ഹായ് ഗായ്സ്, കളങ്കാവൽ സിനിമ എൻ്റെ അഭിപ്രായം. നിലാകായും പൊങ്കുതേ പരവശം. ഒരു മിസ്റ്ററി ത്രില്ലറാണ്, സസ്പെൻസ്, ഒരു ക്രൈം ത്രില്ലറാണ്. നമ്മളേതോ അറിഞ്ഞതുപോലെ തന്നെ സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ആ ഒരു സീരിയൽ കില്ലർ കാസർഗോഡ് അതിർത്തിയിലായിരുന്നു ജീവിച്ചിരുന്നത്, മംഗലാപുരം കാസർഗോഡ് അതിർത്തിയിൽ. സിനിമയിൽ അത് നാഗർകോവിൽ അങ്ങേയറ്റത്തെ കൊണ്ടുപോയിട്ടുണ്ട്. നാഗർകോവിൽ, തിരുവനന്തപുരം, തമിഴ്നാട് അതിർത്തിയാക്കി മാറ്റിയിട്ടുണ്ട്. സിനിമ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ ഉയർന്നു. ഒരു ഡാർക്ക് ക്രൈം ത്രില്ലർ തന്നെയാണ്. മമ്മൂട്ടിയുടെ കൊടൂര വില്ലൻ വേഷം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ബ്രഹ്മയുഗത്തിലെ ഏറ്റവും അടുത്ത് വന്ന വില്ലൻ വേഷം എല്ലാവരും പുകഴ്ത്തപ്പെട്ടെങ്കിലും ഹെയ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം കണ്ടെത്തിയ ഒരു വാദം ഉണ്ടായിരുന്നു. അത് ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് നാടകം പോലെ അഭിനയിച്ചതല്ലേ, മേക്കപ്പിൻ്റെ കഴിവല്ലേ എന്ന് പറഞ്ഞവർക്ക് നല്ല കൃത്യമായ മറുപടി കളങ്കാവലിലെ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. കാരണം കാര്യമായ മേക്കപ്പ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ജെല്ലിട്ട് ചീകിയ മുടിയൊഴിച്ച് പിന്നെ സിഗരറ്റ് കൊണ്ടുള്ള മാരകമായ ചില നമ്പറുകളൊക്കെ ഉണ്ട്. സിനിമ കാണാം. സ്പോയിലേഴ്സ് ഒന്നും തന്നെ പറയുന്നില്ല. സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ കാർഡ് കഴിഞ്ഞ ഉടനെയുള്ള 5 മിനിറ്റ് നമ്മളെല്ലാവരും മിസ്സാവാൻ ഏറ്റവും ചാൻസുള്ള, ലേറ്റായി കയറാൻ ഏറ്റവും ചാൻസുള്ള ഒരു ഇതാണ് ആദ്യത്തെ 5 മിനിറ്റ്, ചിലപ്പോൾ 10 മിനിറ്റ്. ഞാനൊക്കെ 15 മിനിറ്റൊക്കെ ലേറ്റായിട്ട് കയറാറുണ്ട്. അങ്ങനെ കയറുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, യു ആർ ഗോയിങ് ടു ഹാവ് എ ബിഗ് മിസ്. ബിക്കോസ് ടൈറ്റിൽ കാർഡ് കാണിച്ച് കഴിഞ്ഞ ഉടനെയുള്ള ആദ്യത്തെ ഒരു 7-10 മിനിറ്റ്സിൽ ഈ സിനിമയിലെ തന്നെ ഏറ്റവും പീക്കായിട്ടുള്ളൊരു മൊമെൻ്റ്, ഒരു സംഭവം ഉണ്ട് എന്ന് പറയട്ടെ. അതുകൊണ്ട് കയറുമ്പോൾ, ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ വൃത്തിക്ക് നേരത്തെ തന്നെ 9:30 ഷോന് 9:30 തന്നെ കയറുക. 6 മണിൻ്റെ ഷോന് 6 മണി ഷാർപ്പ് കയറുക, അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു മിസ് ഇറ്റ്. വിനായകനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാൻ മിസ്സിങ് കേസസ് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ എത്ര കൂടുതലാണെന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ ഞെട്ടിപ്പോവും. അത് അന്വേഷണം പലപ്പോഴും നടക്കാറില്ല. ആയിരക്കണക്കിന് മാൻ മിസ്സിങ് കേസസാണ് ഇന്ത്യ രാജ്യത്ത്, കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ പലതും അന്വേഷിച്ച് പോകാറില്ല. മാൻ മിസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫസൽ തിരോധാനം അന്വേഷിക്കുക, പുനരന്വേഷിക്കുക, അങ്ങനെ പല തിരോധാനം എന്നുള്ള വാക്ക് തന്നെ ഈ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. പലരുടെയും തിരോധാനം, പലരും എങ്ങോട്ട് പോയി പെട്ടെന്ന് കാണാതാവുകയാണ്. അതിൻ്റെയൊക്കെ പിന്നിലൊരു സ്റ്റോറിയുണ്ട്, ഒരു ക്രൈമുണ്ട്. ഇപ്പോൾ ചേകന്നൂർ മൗലവിക്ക് എന്ത് സംഭവിച്ചു നമ്മൾ അന്വേഷിക്കുന്ന പോലെ തന്നെ അറിയപ്പെടാത്ത ആയിരക്കണക്കിന്, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളുമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കേസസിൽ. രേഖാചിത്രം എന്ന് പറയുന്ന ചിത്രത്തിൽ, സിനിമയിൽ അത് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിഞ്ഞാൽ തന്നെ, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെയുള്ള ഈ കാത്തിരിപ്പാണ് ഏറ്റവും വലിയ വേദന എന്നൊക്കെ രേഖാചിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ മിസ്സിംഗ് കേസസ് ഇന്ത്യയിൽ ഈ സൈനൈഡ് മോഹൻ്റെ അടക്കം ട്രൂ സ്റ്റോറിയാണ്. അത് പിന്നീടാണ് പുറത്തത്. 20ഓളം സ്ത്രീകളെ കാണാതായിട്ട് പിന്നീട് അന്വേഷണത്തിൽ അത് തെളിവും കണ്ടെത്തിയും ഇയാളാണെന്ന് കണ്ടെത്തി. ഇയാളെ മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് ഈ സൈനൈഡ്, ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ. അത് ഇതിൽ സിനിമയിൽ അതേപോലെ തന്നെ ഇയാളെ മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് മമ്മൂട്ടിൻ്റെ കഥാപാത്രം ചെയ്യുന്നത്. സൈനൈഡ് മോഹൻ ഇപ്പോഴും നിലവിൽ ജീവിച്ചിരിപ്പുണ്ട്. കർണാടകയിലെ ബെലഗാവി ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ട് 20ഓളം കേസിൽ 5 കേസിൽ തൂക്കുകയർ കിട്ടിയതായിരുന്നു. പിന്നെ അത് 2 കേസിൽ ജീവപര്യന്തമായി. അങ്ങനെ തൂക്കുകയറിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ട് ജീവപര്യന്തം അനുഭവിച്ച് ജയിലിൽ കഴിയുന്ന സൈനൈഡ് മോഹൻ ഇപ്പോഴും കർണാടകയിലുണ്ട്. എന്നാൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് കേസുകളിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം ഈ സിനിമയിലുണ്ട് എന്ന് തോന്നി. സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ തന്നെ നന്നായി ചെയ്തിട്ടുണ്ട്. ലേഡി നായികമാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ എപ്പോഴും വില്ലന്മാരോട് അറിയാണ്ട് മമ്മൂട്ടി പറഞ്ഞതുപോലെ ഒരു ഇഷ്ടം ചില സമയത്തുണ്ട് എന്ന് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിലാണ് പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ലേശം സ്ലോ പേസ്ഡ് ആണ് എന്ന് ചിലർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അധികം ഡ്യൂറേഷനൊന്നുമില്ല, 2 മണിക്കൂറിൻ്റെ അടുത്തേ ഉള്ളൂ. 2 മണിക്കൂർ തികച്ചില്ല. ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് എവിടെ എത്താത്തതുപോലെ നമുക്ക് ചിലപ്പോൾ ഫീല് ചെയ്യുന്നുണ്ടെങ്കിലും അതിടക്കിടക്ക് ഓരോ ഹൈസും ട്വിസ്റ്റും അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റുകളും തന്നുകൊണ്ട് അതിൻ്റെ ആ മൊമെൻറ്റം എഡ്ജ് ഓഫ് ദ സീറ്റിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോയി സിനിമ അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. ജിതിൻ ജോസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡയറക്ടോറിയൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. സിനിമ 2012 കാലഘട്ടത്തിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ സിനിമയിൽ ജിതിൻ ജോസ് ആൻഡ് ദ ക്രൂ ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് കണ്ടെത്തിയിരുന്നു. അറിയാതെ പറ്റിപ്പോയതായിരിക്കാം. അതായത് ഈ സിനിമയിൽ ഫുള്ള് നോക്കിയ ഫോണും പഴയ കാലമൊക്കെ ഒക്കെയാണ് കാണിക്കുന്നത്. CCTV ക്യാമറ പോലും അത്ര വ്യാപകമല്ലാത്ത കാലം. പക്ഷേ സൈബർ സെല്ല് ആക്റ്റീവ് ആണ് താനും. സൈബർ സെല്ല് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ അന്വേഷണം കൂടുതൽ നടക്കുന്നത്. മോഹൻ്റെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ 2012 കാലഘട്ടത്തിൽ മമ്മൂട്ടിൻ്റെ ക്യാരക്ടർ ഈ ഒരു ദല്ലാളിന് കീശയിൽ നിന്ന് നോട്ടെടുത്ത് കൊടുക്കുന്ന ഒരു രംഗത്തിൽ പുതിയ ഈ അടുത്തിറങ്ങിയ എനിക്ക് തോന്നുന്നു 2020 ശേഷം ഇറങ്ങിയ 100 നോട്ടുണ്ടല്ലോ,
ഈ പുതിയ വയലറ്റ് സാധനം 150 പുതിയ ഇറങ്ങിയില്ല, ആ 100 നോട്ട് 2012 എടുത്തു കൊടുക്കുന്നതായി എൻ്റെ കണ്ണിലുടക്കി. ഇഫ് ഐ എം മിസ്റ്റേക്കൺ ഐ എം റോങ്. ആ ദല്ലാളിൻ്റെ സീനിൽ അതെ അങ്ങനെ തന്നെയാണ്, പുതിയ നോട്ടാണ് കൊടുക്കുന്നത്. അതായത് കൂടുതൽ ലേഡീസിനെ ക്യാൻവാസ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയാണ് ദല്ലാളിനെ പിടിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഒരു കൈമണിയായിട്ട് കൊടുക്കുന്ന നോട്ട് പുതിയ നോട്ടായിപ്പോയി. അതൊരു ചെറിയ മിസ്റ്റേക്കായിപ്പോയി. പീരീഡ് സിനിമ ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധ വേണം എന്നുള്ളത് നമ്മളൊന്നുകൂടി ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും നല്ല സിനിമ. മമ്മൂട്ടി കമ്പനീൻ്റെ 7ാമത്തെ പടം ഗംഭീരം തന്നെയായി, കലക്കി. പടം നല്ല ഹിറ്റടിക്കും, വിജയിക്കും. ഫാമിലി ഓഡിയൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും, പ്രത്യേകിച്ചും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർസ് അല്ലെങ്കിൽ ക്രൈം മിസ്റ്ററി എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ അറിയാവുന്ന സ്റ്റോറി തന്നെയാണ്. എങ്കിലും അതിൽ ചില പ്ലോട്ടിൽ ചില ട്വിസ്റ്റും ടേണൊക്കെ കൊണ്ടുവച്ചിട്ട് സംഗതി ഗംഭീരമാക്കിയിട്ടുണ്ട്. നിലാകായും പരവശം. വിനായകനും സ്കോർ ചെയ്യാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഒതുങ്ങിയ കഥാപാത്രമായിട്ട് വിനായകൻ നന്നായി ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടീൻ്റെ സത്യം പറഞ്ഞ വില്ലൻ, മുന്നറിയിപ്പിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ വില്ലൻ ഉണ്ടായിരുന്നു, രാഘവൻ ഇതേപോലത്തെ ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിലുള്ള. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറാണ്. അത് ലാസ്റ്റ് പെട്ടെന്ന് ബം എന്ന് പറഞ്ഞൊരു എക്സ്പ്ലോഷനാണ് ക്ലൈമാക്സിൽ. പക്ഷെ അതുവരെ നമ്മൾ വേറൊരാളായിട്ട് രാഘവൻ കുറച്ചും കൂടി ലൗഡായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ക്യാരക്ടറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എന്തിനേലും നന്നായിട്ട് തന്നെ ചെയ്തു. എല്ലാവരും ധൈര്യമായിട്ട് കാണാം. ഇതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. വേറൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.